ജിഷ കൊലക്കേസിൽ നിർണായക വഴിത്തിരിവ്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചു. ജിഷയുടെയും മഞ്ഞ ഷർട്ടിട്ട യുവാവിന്റെയും ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ വളം വിൽപ്പന കേന്ദ്രത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങളാണ് ഇത്. കൊല നടന്ന ദിവസം ഉച്ചയ്ക്ക് 1:30 ജിഷയും യുവാവും വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കേസിൽ വഴിത്തിരിവാകുന്ന നിർണായക തെളിവ് പോലീസിന് ലഭിച്ചത്. മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് ജിഷയെ പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ച CCTV ക്യാമറയിലുള്ളത്. കുറുപ്പമ്പടിയിലെ വളം വിൽപ്പന കേന്ദ്രത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ ഇനിയും പരിശോധിക്കാനുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കൊല നടന്ന ദിവസം രാവിലെ ജിഷ കോതമംഗലത്തേക്ക് പോയിരുന്നുവെന്ന മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ യുവാവ് പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജിഷയുടെ വീട്ടിൽ നിന്നും നിലവിളി കേട്ടിരുന്നതായും മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടതായും അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ മഞ്ഞ ഷർട്ടുധാരി ജിഷയുടെ വീടിന് പുറകുവശത്തെ മതിൽ ചാടി കടന്നുപോയതായും കനാലിൽ കൈകാലുകൾ കഴുകുന്നത് കണ്ടതായുമുള്ള മൊഴികളും പോലീസിന് ലഭിച്ചിരുന്നു. ഇരിങ്ങോൾക്കാവിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ കണ്ട യുവാവ് ധരിച്ചിരുന്നതും മഞ്ഞ ഷർട്ടാണെന്നും അയൽവാസികളുടെ മൊഴികളിൽ വ്യക്തമാണ്. ഈ മൊഴികൾ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇവ വിദഗ്ധരെ കൊണ്ട് പോലീസ് പരിശോധിപ്പിക്കും. അതേസമയം നേരത്തെ കസ്റ്റഡിയിലെടുത്ത ഗുണ്ടാ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രമുഖ ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ക്രൈം സ്പെഷ്യലിസ്റ്റ് അഡ്വക്കേറ്റ് ജോർജ് വർഗീസ്, മുൻ SP ജോർജ് ജോസഫ്, ഒപ്പം ജോമോൻ പുത്തൻപുരയ്ക്കൽ, മുൻ DYSP മോഹൻദാസ് എന്നിവർ. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ഇന്നിപ്പോൾ ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് CCTV ദൃശ്യങ്ങൾ ജിഷയുടേതെന്ന് സംശയിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അതിനോടൊപ്പം മഞ്ഞ ഷർട്ടിട്ട ഒരാൾ പിന്തുടരുന്നു. എന്താണ് ഈ കേസിൽ ഈ ദൃശ്യങ്ങൾക്ക് ഇപ്പോഴുള്ള പങ്ക്? എനിക്ക് തോന്നണത് ഇത് കാര്യമായ പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം നമ്മുടെ അടി തെറ്റിക്കാൻ ആനയും വീഴുമെന്ന് പറയാറുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, അതായത് ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഏറ്റവും മുമ്പ് പഠിപ്പിക്കുന്ന തിയറിയുണ്ട്, ലോക്കാർഡ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ്. പ്രതിയിൽ നിന്നും കുറ്റരംഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതായ തെളിവുകൾ എന്തൊക്കെയാണ്, കുറ്റരംഗത്ത് നിന്നും പ്രതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇരയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്താണ്, ഇരയിൽ നിന്ന് അങ്ങോട്ട് പോയതെന്താണ്, ഇതൊക്കെയാണ് ഈ ലോക്കാർഡ്സ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. പക്ഷേ എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മഞ്ഞ ഷർട്ട് ഇട്ട ഒരാൾ പോയി എന്നുള്ളത് ഇപ്പോൾ CCTV തെളിഞ്ഞാൽ തന്നെ ആ ആളും കുറ്റരംഗവുമായിട്ടുള്ള എക്സ്ചേഞ്ച് എന്ത് നടന്നു, ആ ആളും ഇരയും തമ്മിൽ എന്ത് എക്സ്ചേഞ്ച് നടന്നു എന്നൊന്നും നമ്മുടെ കയ്യിൽ തെളിയിക്കാൻ കാര്യമായ തെളിവുകൾ ഇല്ലാത്തടത്തോളം കാലം ഈ CCTVയിൽ ഒരു മഞ്ഞ ഷർട്ട് ഇട്ടതായ ഒരാൾ പോയി എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, അതൊരു സൂചനയല്ലേ? ഇതുവരെ ഒരു സൂചനകളും ലഭിക്കാതിരുന്ന, ഒരു തുമ്പ് എന്ന് പറയാൻ മാത്രം ഒരു തലക്കെട്ട് കൊടുക്കാൻ ഇത്രയും കാലമായി സാധിക്കാതിരുന്ന ഒരു കേസിന് ഇന്നിപ്പോൾ ഈ രീതിയിലൊരു സൂചന ലഭിച്ചിരിക്കുന്ന ഇടത്തു നിന്ന് അങ്ങ് പറഞ്ഞ ആ ലിങ്കുകളിലേക്ക്, ആ കണക്ഷനുകൾ ഉണ്ടോ എന്നുള്ളതിലേക്ക് കടക്കാൻ പറ്റിയതല്ലേ ദൃശ്യങ്ങൾ? ആ സൂചന എന്നുള്ളത് ഞാൻ വളരെ ഈ വിശാലമായിട്ട് എടുക്കുകയാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇയാളുടെ മുഖമോ അല്ലെങ്കിൽ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് പറയുകയാണ്. കിട്ടിയിരിക്കുന്നത് ആകെ ഈ മഞ്ഞ ഷർട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഈ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ വന്നത് ഈ അവർ വരച്ചിട്ടുള്ള രേഖാചിത്രവും ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കസ്റ്റഡിയെ പറ്റിയൊക്കെ അഡ്വക്കേറ്റ് ജോർജ് വർഗീസ് പറയുമായിരിക്കും കൂടുതൽ. പക്ഷേ അങ്ങനെ എടുത്തിട്ടുള്ളതായ ഈ ആൾക്ക് ദീക്ഷയുണ്ട്. ആ ദീക്ഷ ഈ വരച്ചതായ ഈ പടത്തിലില്ല. അതുപോലെ തന്നെ ആ ഫേസ്ബുക്കിൽ കാണുന്നതൊക്കെ ഇയാൾക്ക് മേൽമീശയുള്ളത്, മറ്റേയാൾക്ക് ഫുൾ. പക്ഷേ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ഒരു വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചാൽ തന്നെ ആ കുറ്റകൃത്യം നടന്ന സമയത്ത് ആണ്, അതിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിലായിരിക്കാം ഈ രേഖാചിത്രത്തിന് സാധ്യതയുള്ള രീതിയിൽ ആളുകൾക്ക് വിവരിക്കാൻ പറ്റുന്ന ഒരു മുഖം ഉണ്ടായിട്ടുണ്ടാകുക. അതിൽ ദീക്ഷ ഉണ്ടായിട്ടുണ്ടാകില്ല. ഇപ്പോൾ അതൊക്കെ വളർത്തിയ ഒരാളെ ആയിരിക്കും പിടിച്ചിട്ടുണ്ടാകുക. അപ്പോൾ അവിടെ ദീക്ഷയുണ്ട്. അതിനുള്ളതായ ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതിനകത്തൊരു കാര്യമുള്ളത്, അയാളുടെ പുരികം ഒക്കെ വരച്ചിരിക്കുന്നതൊക്കെ വളരെ പൊങ്ങിയ പുരികം, അതുപോലെ തന്നെ ഈ കണ്ണുകൾ വളരെ തുറന്നാണ് കാണുന്നത്.
അതായത് ഈ വരച്ചിരിക്കുന്ന രേഖാചിത്രത്തിൽ അതേസമയം ഇയാളുടെ തരം പൊട്രൂഡിങ് ആയിട്ടുള്ളതായ ഒരു കണ്ണൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മഞ്ഞ ഷർട്ട് ഇട്ട ഒരാൾ അതിൽ കൂടി പോകുന്നത് കണ്ടു എന്നുള്ളതിൽ നിന്നും നമുക്ക് ലോക്കാർസ് പ്രിൻസിപ്പൾ എക്സൈസ് അനുസരിച്ച് ഈ പ്രതിയിൽ നിന്നും കുറ്റരംഗത്തിലേക്കോ ഇരയിലേക്കോ ഒക്കെ മാറിയിട്ടുള്ളതായ കാര്യങ്ങൾ കിട്ടാത്തിടത്തോളം കാലം നമുക്ക് എന്തുമാത്രം നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോർജ് ജോസഫ്, താങ്കളൊരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിലെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്ന് വന്ന വാർത്ത ഈ ദൃശ്യങ്ങളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു തുമ്പുമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഒരു ദൃശ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്നുള്ളത്, അവിടെ നിന്ന് എങ്ങോട്ട് പോകാം എന്നുള്ളത് ആലോചിക്കേണ്ട ഘട്ടം തന്നെയല്ലേ? എനിക്ക് ഇതിനകത്തൊന്നും യാതൊരു വിശ്വാസവും. ഒരു ജിഷയുടെ പുറകിൽ ഒരാൾ നടന്നെന്ന് പറഞ്ഞത് ആ ജിഷയാണോ നമുക്കറിയത്തില്ല നടന്നത്. ഇങ്ങനെ വേട്ടയാടാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഇതിനൊന്നും റിലയബിലിറ്റി ഇല്ല. ഇതൊക്കെ വെറുതെ പോലീസ് ഇന്നും ട്രാക്ക് തെറ്റി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് എവിടെ ആ ട്രാക്ക് തെറ്റി ഓടുന്ന തീവണ്ടി എവിടെയെങ്കിലും ഇടിച്ച് നിന്നേ പറ്റുള്ളൂ. ആദ്യത്തെ 2 അന്വേഷണ ടീമും അതുപോലെ ഇടിച്ച് നിന്നു. മൂന്നാമത്തും ആ ഗതി തന്നെയെന്ന് എൻ്റെ വിചാരം. കാരണം പോലീസ് ഇന്ന് വരെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ സർട്ടിഫിക്കറ്റ് വിശകലനം ചെയ്തിട്ടില്ല. പോലീസ് അടിസ്ഥാനപരമായി തെറ്റി തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കഥകൾ ഒത്തിരി വരും. അതിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയണത്. പക്ഷേ ശ്രീ ജോർജ് ജോസഫ്, അവിടെ ഒരു ദൃശ്യമുണ്ട്, അതെന്തായാലും മാനിപ്പുലേറ്റഡ് അല്ല, തീയതിയുണ്ട്, സമയമുണ്ട്. ആ ദൃശ്യത്തിൽ ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ത്രീയും ഒരു പുരുഷനുമുണ്ട്. അതിലൊരു മഞ്ഞ ഷർട്ടുകാരനാണ് അയാൾ. അത് ജിഷയുടേതെന്ന് തോന്നിക്കാവുന്ന രീതിയിലുള്ള ഒരു പെൺകുട്ടിയുടേതാണ്. ഒപ്പം നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റാത്ത, പോലീസിന് പെട്ടെന്ന് പറയാൻ പറ്റാത്ത ഒരു പുരുഷൻ്റേതുമാകുന്നു. അത് ജിഷയുടെ വീടിന് സമീപത്തേക്കുള്ള ദിശയിലേക്കാണ് അവരുടെ യാത്ര. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണ് എന്നുള്ളത് അത് അവഗണിച്ചേക്കാം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള തെളിവാണ്. ഇതൊക്കെ അവഗണിച്ച് കളയണം പോലീസ് അടിസ്ഥാനപരമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ആ ഏരിയയിൽ എത്ര CCTV ഉണ്ടോ അതുപോലെ ഇതുപോലെ ഒരു സ്ത്രീയും അതിൻ്റെ പുറകെ ഒരു പുരുഷനും പോകുന്നിടത്ത് ധാരാളം കാണും. അങ്ങനെയൊന്നും ഒരു കേസ് തെളിയിക്കാൻ പറ്റില്ല. ഇത് പോലീസിന് ഇതിനകത്ത് തെറ്റുപറ്റിപ്പോയി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത സർട്ടിഫിക്കറ്റ് വിശകലനം ചെയ്തതിൽ പാളിച്ച സംഭവിച്ചു. അതുകൊണ്ട് ഈ കേസ് വളരെ നാൾ ഇങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകും. ഇവിടുന്ന് പോലെ ഇതുപോലെ വിശ്വസനീയമായി തോന്നാവുന്ന ചില കഥകളൊക്കെ നമുക്ക് കിട്ടും. അതൊന്നും കേസിൻ്റെ ഡിറ്റക്ഷനിലോട്ട് പോകില്ല. അവിടെ 5 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ഇപ്പോൾ ജിഷയുടെ അവിടെ നിന്ന് ഒരു മഞ്ഞഷർട്ടുകാരൻ പോകുന്നെന്നും അതിന് അവിടെ ഒരു രോദനം കേട്ടു എന്നൊക്കെ കഥകൾ 5 ദിവസത്തിന് ശേഷമാണ് ആ കഥകൾ വരുന്നത്. അതെന്തുകൊണ്ടാണ് ശ്രീ ജോർജ് ജോസഫ്? അത് പോലീസിന്റെ കുഴപ്പമല്ലേ? അന്ന് തുടക്കത്തിൽ അന്വേഷിച്ചിരുന്ന പോലീസുകാർക്ക് എന്തുകൊണ്ട് ഈ ദൃശ്യങ്ങളിലേക്ക് പോലും എത്താൻ പറ്റിയില്ല? അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ 5 ദിവസം വരെ ആ മരണം പോലും മൂടി വയ്ക്കപ്പെട്ട അവസ്ഥയുണ്ടായി. ഒരുപക്ഷെ പരാതി ഉണ്ടായിട്ടും നിയമത്തിന് വിരുദ്ധമായ രീതിയിൽ സംസ്കരിക്കപ്പെട്ടു മൃതദേഹം. വേണ്ട രീതിയിലുള്ള ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കാതെയാണ് ഒരുപക്ഷെ ആ മൃതദേഹം സംസ്കരിച്ചത്. ഇതൊക്കെ പോലീസിന്റെ അന്നത്തെ വീഴ്ചകളാണെന്നിരിക്കെ ഇന്നൊരു ദൃശ്യത്തിലേക്ക് സൂചനകൾ വരുമ്പോൾ അതിനെ അവഗണിച്ച് തന്നെ ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോകണം എന്ന് പറയുന്നത് ഇതുവരെ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നൊന്നും കിട്ടാതിരുന്ന അവസ്ഥയിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തിക്കുക എന്നതല്ലേ പോലീസിനെ കൊണ്ടുവന്ന് എത്തിക്കുക? അല്ല, ഇതൊന്നുമല്ല. ആ പോസ്റ്റ്മോർട്ടം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതനുസരിച്ച് ആണോ പോലീസിൻ്റെ ഭാഷ്യം 29-ാം തീയതി ഏപ്രിൽ 29 വൈകിട്ട് 5 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് ഈ മരണം നടന്നു എന്ന് കൃത്യമായി പോലീസ് നിഗമനത്തിൽ എത്തിയെന്നാണ് ഞാൻ ചാനലിൽ നിന്നും പത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ടേബിളിൽ കിടത്തി ഇപ്പം 3 മണിയാണ് അടുത്ത ദിവസം. അപ്പോൾ 21 മണിക്കൂറോളം മരണത്തിന് മുമ്പ് അല്ലെങ്കിൽ ആ പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് 21 മണിക്കൂർ മുമ്പ് മരണം സംഭവിച്ചത്. തെറ്റ്, ഇത് അടിസ്ഥാനപരമായി തെറ്റാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് മാർബിളിംഗ് എന്നൊരു വാക്ക് കിടപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ മാർബിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഡീകമ്പോസിഷൻ നടത്തുമ്പം ഓരോ സ്റ്റേജും കടന്നു പോകും. അത് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറഞ്ഞ സൗണ്ട്, റിഗർ മോർട്ടിസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മുടെ ബോഡി നമ്മൾ ഇങ്ങനെ ഘനീഭവിച്ചു പോകും, അല്ലെങ്കിൽ ബോഡി ഇങ്ങനെ നമുക്ക് റിജിഡായിട്ട് നിൽക്കും. അതിൻ്റെ ആ
ശാസ്ത്രീയ വശം അതിനപ്പുറത്തോട്ട് പോലീസ് സഞ്ചരിക്കാൻ ഒക്കില്ല. റിജിഡ് ആകുന്ന ഒരു ബോഡി, ആദ്യം കണ്ണാണ് നമുക്ക്, കണ്ണ് ഐലിഡാണ് ആദ്യം തണുക്കുന്നത്. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും കണ്ണ് നമ്മൾ അടപ്പിക്കുന്നത്. അടുത്ത ശേഷം താടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ താടിയിൽ ഇങ്ങനെ കെട്ടുന്നത്. ഇതൊക്കെ പണ്ട് മുതലേ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ശാസ്ത്ര തത്വങ്ങളാണ്. 2 മണിക്കൂറിനകം താടിയും കണ്ണും റിജിഡാവും. ആ റിജിഡിറ്റിയാണ് റൈഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. അത് തല മുതൽ കാല് വരെ നമ്മൾ സഞ്ചരിക്കുമ്പം ഏകദേശം 18 മണിക്കൂർ കഴിയും. അടുത്ത 12 മണിക്കൂർ മാത്രമേ അത് റിലീസായി മുകളിലോട്ട് പോവുള്ളൂ. 36 മണിക്കൂറിനും 48 മണിക്കൂറിന് ശേഷമാണ് ഈ മാർബിളിങ് വരികയുള്ളൂ എന്ന് ശാസ്ത്രം പറയുന്നു. എത്രയോ കേസിനകത്ത് ഞാൻ കണ്ടിരിക്കുന്നത്. ഇതിനകത്ത് മാർബിളിംഗ് എന്നൊരു വാക്ക് പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയെങ്കിൽ ജിഷയുടെ മരണം ഈ 5 മണിക്കും 6 മണിക്കും അല്ല, അത് രാത്രി തന്നെയായിരിക്കും എന്നാണ് എൻ്റെ നിഗമനം. ആ മാർബിളിംഗ് ഉണ്ട്. അഡ്വക്കേറ്റ് ജോർജ് വർഗീസ്, ഇതൊക്കെ തുടക്കത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ഉണ്ട് എന്ന് ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫിനെ പോലുള്ളവർ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അന്നത്തെ തുടക്കത്തിൽ ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ മാർബിളിങ്ങിലൂടെ ആ വാക്കവിടെ വന്നതിലൂടെ തന്നെ കൃത്യമായി ഈ മരണം നടന്ന സമയവും ഒക്കെ കണ്ടെത്തേണ്ടതാണ്. അന്ന് അതിലേക്ക് പോകാതിരുന്നത് ഒരു വീഴ്ചയല്ലേ? അങ്ങനെയാണെങ്കിൽ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ളവർ നീക്കിവെച്ച കാര്യങ്ങളിൽ നിന്നാണ് ഇപ്പോഴത്തെ അന്വേഷണ ടീമിന് കാര്യങ്ങൾ തുടങ്ങേണ്ടി വരുന്നത്. അവിടെ ഇന്നത്തെ ഈ ദൃശ്യങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത് അഡ്വക്കേറ്റ് ജോർജ് വർഗീസ്? തീർച്ചയായിട്ടും ഈ കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പോലീസിന് സാരമായ വീഴ്ചകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ കിട്ടിയ ഈ തുമ്പെന്ന് പറയുന്നത് തികച്ചും സ്വാഗതാർഹമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് അന്വേഷിക്കട്ടെ, ശാസ്ത്രീയമായിട്ട് അന്വേഷണം തുടരുകയല്ലേ, നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു പോലീസ് ടീമുണ്ട്, അവർ പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ആദ്യത്തെ പ്രാരംഭമായ വീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ടീമിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ, ശാസ്ത്രീയമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. ഇപ്പോൾ കിട്ടിയ ഈ തുമ്പ് സ്വാഗതാർഹമാണെന്നും ഇൻവെസ്റ്റിഗേഷൻ്റെ പുരോഗമനത്തിൽ ഈ വക കാര്യങ്ങളെല്ലാം വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നടക്കട്ടെ. അവർക്ക് ടൈമും സ്പേസും കൊടുക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. അഡ്വക്കേറ്റ് ജോർജ് വർഗീസ്, ഒരുപക്ഷെ ഈ CCTV ദൃശ്യങ്ങളിലൂടെ പോലീസിന് മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതില്ല എന്ന രീതിയിൽ ജോർജ് ജോസഫിനെ പോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന ആളുകൾ പറയുന്നത് അതൊരുപക്ഷെ ശാസ്ത്രീയമായി ശരിയാകാം. കാരണം പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആ ശാസ്ത്രീയമായ നിഗമനങ്ങളിലാണ് കൃത്യമായി ഈ അന്വേഷണം മുന്നോട്ട് പോകേണ്ടിയിരുന്നത്. അവിടെ തുടക്കത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പാകപ്പിഴകൾ വന്നിട്ടുണ്ട്, തെളിവെടുപ്പിൽ പ്രശ്നങ്ങളുണ്ട്. ആ സീൻ ഓഫ് ക്രൈം തന്നെ ആളുകൾ കയറി നിരങ്ങിയതാണ്. അവിടെ 5 ദിവസങ്ങളോ അതിൽ കൂടുതലോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 ആഴ്ചയോളം എന്നാണ്. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി അത് സമ്മതിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു സീൻ ഓഫ് ക്രൈമിൽ നിന്ന് തെളിവുകൾ എടുക്കുക, അവിടെ ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടത്തിലൂടെ എവിടെയാണ് കൃത്യമായ സമയം മരണപ്പെട്ടതെന്ന് അറിയുക, അവിടെ നിന്ന് പ്രതിയിലേക്ക് പോകുക എന്നുള്ളതൊക്കെ അടഞ്ഞ അധ്യായമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് പുതിയ ടീം അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ വരാതിരുന്ന ദൃശ്യങ്ങൾ വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു വാദം. ഇതുവരെ വരാതിരുന്ന ദൃശ്യങ്ങൾ വരില്ലേ? അന്വേഷണം ആ വഴിക്കും പോകേണ്ടതല്ലേ അഡ്വക്കേറ്റ് ജോർജ് വർഗീസ്? തീർച്ചയായിട്ടും നമ്മൾ ഒരു സ്പെഷ്യൽ എക്സ്പേർട്ട് ടീം ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എല്ലാ രീതിയിലും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ആദ്യം പ്രാരംഭഘട്ടത്തിൽ വന്ന വീഴ്ചകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും പുതിയ ടീം പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രവർത്തിക്കുക. അപ്പോൾ ഇതിനകത്ത് പ്രൊഫഷണലായിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടുണ്ട്, നമുക്ക് കൈവശമുള്ള എല്ലാ ഡോക്യുമെൻസും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ സാരമായ വീഴ്ചകൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയോ ആരോ എവിടെയോ ഇതിനകത്ത് അദൃശ്യമായ ഏതോ ശക്തികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ അതിനകത്ത് നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ശരിയായ ഒരു അന്വേഷണത്തിൽ കൂടെ ഇതെല്ലാം വെളിവാകും, യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനാകും എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ ഈ അന്വേഷണത്തിൽ ഈ ശാസ്ത്രീയമായ അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനും, ഉദാഹരണമായിട്ട് മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കിട്ടുന്ന ന്യൂസുകൾ ദിവസം തോറും ആളുകളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നു.
അതുപോലെ തന്നെ ധാരാളം പേരുടെ ഫിംഗർ പ്രിൻറ്റുകൾ എടുക്കുന്നു. അപ്പോൾ ഇത് കാടടച്ച് വെടിവെക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനകത്ത് അതിലേക്ക് ആരാണ് ഉത്തരവാദി എന്നുള്ളതിന് പോലീസിന് ഒരുപക്ഷെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. തുടക്കത്തിൽ ആ പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ വന്ന വീഴ്ചകളും അതിനൊരു കാരണമാകും. തീർച്ചയായിട്ടും. അപ്പോഴേ ഞാൻ പറയുന്നത്, ഇപ്പം പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ തന്നെ അതിന് വകുപ്പുണ്ട്. സെക്ഷൻ 41 പറയുന്നത് ആരെയൊക്കെ അറസ്റ്റ് ചെയ്യാം. റീസണബിളായിട്ട് സസ്പിഷൻ ഉള്ളവരെ, അല്ലെങ്കിൽ റീസണബിളായിട്ട് ആർക്കെതിരെ കംപ്ലയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ക്രെഡിബിൾ ഇൻഫർമേഷൻ, വിശ്വാസയോഗ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആർക്കെങ്കിലും എതിരായിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാം. അല്ലാതെ കാർഡടച്ചുള്ള ഒരു അറസ്റ്റ്, അല്ലെങ്കിൽ കാർഡടച്ചുള്ള ഒരു ഫിംഗർ പ്രിൻ്റ് എടുപ്പും, അല്ലെങ്കിൽ ആ ഒരു രീതിയും ജനങ്ങളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉളവാക്കുന്നു. യെസ്, ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് ജോർജ് വർഗീസ്. ഇപ്പോൾ മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന റിട്ടയർഡ് DYSP മോഹൻദാസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേർത്തിട്ടുണ്ട്. ശ്രീ മോഹൻദാസ്, ഇപ്പോൾ വന്നിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന് എത്രത്തോളം ആശ്രയിക്കാൻ പറ്റുന്നതാണ് എന്നതാണ് ഇപ്പോഴത്തെ തർക്ക വിഷയം. അതിന് കാരണം അതിന് ആശ്രയിക്കണം എന്ന് പറയുന്നതിനൊരു കാരണം പോലീസിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ വീഴ്ചകൾ തന്നെയാണ്. ഇക്കാര്യത്തിൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ പോലെയുള്ള അവ്യക്തമായ ദൃശ്യങ്ങളാണെങ്കിൽ കൂടി അതിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല. അത് അവഗണിക്കണം. അത് പിന്നീട് ഒരുപക്ഷെ കോടതിയിൽ പോയാൽ പോലും പ്രതികൾ രക്ഷപ്പെടാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കുക എന്ന വാദത്തിന് ബലം പകരുന്നതാണോ? അതില് ഒരു കാര്യമുള്ളത്, ഈ ഡിലേ ഒരു പ്രസക്തമായിട്ടുള്ള ഫാക്ടറാണ്. ഇത്രയും ദിവസം ജോർജ് ജോസഫ് സാറ് പറഞ്ഞതുപോലെ ഒരു ഡിലേ ഒരു ഫാക്ടറാണ്. എന്നിരുന്നാൽ പോലും ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്നും ഈ മഞ്ഞ ഷർട്ട് ഇട്ട് നടന്നുപോയ ഒരു വ്യക്തിയെ ഇപ്പം ഇവിടെ പാനലിൽ ഉള്ള ഒരു പറഞ്ഞത് കുറച്ചൊക്കെ വസ്തുതയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആണെന്നോ അല്ലെങ്കിൽ കൂടെ വന്നത് കൊലയാളിയാണെന്നോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. എങ്കിലും ജിഷയുടെ ജേർണലിസവും നടത്തുകയും അല്ലെങ്കിൽ ജിഷയെ നേരത്തെ ഒരുപാട് കണ്ട് പരിചയമുള്ളവർക്കും ഈ ജിഷ നടന്നു പോകുന്ന കാണുമ്പോൾ ജിഷ ആണെന്ന് തീർച്ചയായും പറയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇതൊരു ഡിറ്റക്ഷൻ ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇതിൽ കൂടുതൽ എനിക്ക് വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഇത് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ വളരെ അനാസ്ഥ ഈ കേസിന്റെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതില് എനിക്ക് രണ്ട് കാര്യം ഈ അവസരത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു രണ്ട് കാര്യങ്ങൾ എനിക്ക് ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് നമ്മുടെ മാധ്യമങ്ങളിൽ കൂടെ കണ്ടതിൽ നിന്നും ജിഷയുടെ ശരീരത്തില് രണ്ട് വ്യക്തമായിട്ടുള്ള കടിപ്പാടുകൾ ഉണ്ടായിരുന്നു. ആ കടിപ്പാടുകളുടെ ഇംപ്രഷൻസ് എടുക്കുകയോ, അതായത് ഇൻക്വസ്റ്റ് നടത്തിയ ഓഫീസറോ പിന്നെ അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള സർജനോ ഇതിന്റെ ഈ ഇംപ്രഷൻ എടുക്കേണ്ടതായിരുന്നു. അത് അങ്ങനെ എടുത്തിരുന്നുവെങ്കിൽ അത് വെച്ചിട്ട് അതിന്റെ ഡെന്റൽ ആർച്ചും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു സസ്പെക്റ്റിനെ കണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് ആ ഇംപ്രഷൻ വെച്ചിട്ട് കൃത്യമായിട്ടും കുറ്റവാളിയെ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷെ ഇത് രണ്ടും ചെയ്യാത്ത സാഹചര്യത്തില് അങ്ങനെ ആ ഒരു സാധ്യത ഇല്ലാതാക്കിയിരിക്കുന്നു. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ഇപ്പോ ശ്രീ മോഹൻദാസ് പറഞ്ഞതുപോലെ തുടക്കത്തിലുള്ള പല കാര്യങ്ങളും നടന്നിട്ടില്ല. നമ്മൾ നേരത്തെ തന്നെ അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴുള്ള ദൃശ്യങ്ങളും നമുക്ക് ഡിപ്പെൻഡബിൾ അല്ല. പിന്നെ എവിടെ നിന്നാണ് ഈ കേസ് മുന്നോട്ട് പോകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പോലീസിന് സാധിക്കുക? വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഇരുട്ടിൽ നമ്മൾ നിഴൽ തപ്പും പോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ഇപ്പോൾ ഒരു തലയില്ലാത്ത ഒരു ഷർട്ടിങ്ങനെ പുറകിൽ കൂടി പോകുന്നത് കണ്ടു, അത് കൊലയാളികളുടെ ആണ് എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഈ തലയില്ല, ആളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതങ്ങനെ ലളിതമായി കാണാൻ പറ്റുന്നതല്ലല്ലോ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി. ഒരുപക്ഷെ ഈ കേസ് കൃത്യമായി ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസ് തുടക്കത്തിൽ വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുത്ത് അന്വേഷിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. അത് സ്വാഭാവികമായി അവഗണിച്ചു പോയതാകില്ല. അതിനൊരു ഉത്തരമുണ്ട്. പോലീസ് മനഃപൂർവ്വമാണ് അതിൽ ഡിലേ വരുത്തിയിട്ടുള്ളത് എന്നാണ് ഈ ജിഷയുടെ തന്നെ പിതാവ് തന്നെ പരാതിയായി ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടുപോലും പറഞ്ഞിട്ടുള്ളത്. പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന്. അങ്ങനെ പോലീസുകാർ കൃത്യമായി ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ
തുടക്കത്തിൽ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന സംശയത്തിലേക്കല്ലേ ശ്രീ മോഹൻദാസ് പറഞ്ഞ ഡെന്റൽ ആർച്ച്, കടിപ്പാടുകൾ ആ തെളിവ് എടുത്തിട്ടുണ്ടോ, അതിൻ്റെ കൃത്യമായ അടയാളങ്ങൾ എടുത്തിട്ടുണ്ടോ, അതനുസരിച്ച് ഇനി കിട്ടാൻ സംശയിക്കുന്ന പ്രതിയുടെ പല്ലുമായി ആ സാമ്യമുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണത്തിലേക്ക് പോകാൻ സാധിക്കൂ? അവിടെയൊക്കെ വീഴ്ചകൾ വന്നോ എന്ന് നോക്കണ്ടേ? അതും ഒരു അന്വേഷണ വിഷയമല്ലേ? സത്യത്തിൽ അതെല്ലാം അന്വേഷണ വിഷയമാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നണില്ല ഇത് ആരുടെയെങ്കിലും സ്വാധീനത്തിൽ ചെയ്തതാണെന്നുള്ളത്. ഈ തുടക്കത്തിൽ എന്താ എന്തുകൊണ്ട് തോന്നുന്നില്ല ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി? കാരണം എന്താണ്? കാരണം ഈ സംഭവം കഴിഞ്ഞിട്ട് 15 മിനിറ്റിനുള്ളിൽ പോലീസ് അവിടെ വന്നു എന്നാണ് ഈ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പോലീസ് ഉത്തരവാദിത്തം കൂടുകയാണ്. 15 മിനിറ്റിനകത്ത് വന്ന പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫോറൻസിക് വിദഗ്ധരെ കൊണ്ട് ഈ കാര്യങ്ങൾ അന്വേഷിപ്പിക്കണം. ഈ പറഞ്ഞ ഡെന്റൽ ആർച്ച് എടുക്കണം. ഈ പറഞ്ഞ RDOയെ കൊണ്ടുവന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കുക. ഇവിടെ നിസ്സാരമായി വീണ് മരിച്ചാൽ പോലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു കേസിൽ പോലും RDO വന്ന് ഇൻക്വസ്റ്റ് നടത്തുന്നത് നമ്മൾ കണ്ടു. ഇവിടെ അതൊന്നും നടന്നിട്ടില്ല. അവിടെ വീഡിയോ വരുമായിരുന്നു RDO വന്നിരുന്നെങ്കിൽ. ഇതൊന്നും ചെയ്യാത്തത് പോലീസിന്റെ വീഴ്ചയല്ലേ? ഞാനത് മുഴുവനായിട്ട് അംഗീകരിക്കുകയാണ്. അത് ഈ 15 മിനിറ്റ് പോലീസ് വന്നത് തമാശയ്ക്ക് വന്നതാണോ? ആ കെട്ടിടം കാണാൻ വന്നതാണോ? തീർച്ചയായിട്ടും അവർ വന്നു കഴിഞ്ഞ അവസരത്തിൽ അവര് നാട്ടിലൊരു മോഷണം നടന്നാൽ പോലും 15 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ പോലീസ് വന്നേക്കും എന്നതുപോലെ വന്നിട്ട് മരിച്ചു കിടക്കുന്നതായ ആ സ്ത്രീയെ കണ്ടിട്ട് അവർ തിരിച്ചു പോകാനാണെങ്കിൽ അങ്ങനെ ഒരു പോലീസിനെ നമുക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർക്കെതിരെ നടപടി വേണ്ടേ? തീർച്ചയായിട്ടും നടപടി വേണമെന്നുള്ളത് യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, ഇവർക്ക് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കുറ്റരംഗത്തേക്ക് പോകുമ്പോൾ അത് സയൻറ്റിഫിക്കായിട്ട് അന്വേഷിക്കാനായിട്ട് ഐവോ കിറ്റ് എന്ന് പറഞ്ഞൊരു വലിയ പെട്ടി കൊടുത്തിട്ടുണ്ട്. ആ പെട്ടി അവിടെ ഇരിക്കുന്നതല്ലാതെ ഒരു രംഗത്ത് കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഈ ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കാൻ പോകുന്നത് പോലെ ഇവർ ഈ ഐവോ കിറ്റുമായിട്ട് പോകണം. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഐവോ കിറ്റ് എന്ന് പറയുന്നത് ബസ്സാണ്, അത് ജനറേറ്ററൊക്കെ ഉണ്ട്. ഇവിടെ ജനറേറ്ററൊന്നും വേണ്ട. ഇവിടെ ഈ മൊബൈൽ ഫോണിൻ്റെ ലൈറ്റിലാണ് ഇവരെ പരിശോധിച്ചതെന്ന് പറയുന്നു. അതിൽ കഴിഞ്ഞിട്ട് ഇത് കോർഡൺ ചെയ്യണം, അതായത് ഗാർഡ് ചെയ്യണം. ഒരു ഗാർഡും ചെയ്യാതെ താങ്കൾ പറഞ്ഞതുപോലെ ദിവസങ്ങളോളം ആളുകൾ കയറി ഇറങ്ങി നടന്നപ്പോഴേ ആ കുറ്റരംഗം എല്ലാം കണ്ടാമിനേറ്റഡായി. അതായത് അതെല്ലാം തെളിവുകൾ നശിക്കപ്പെട്ടു. ആ നശിക്കപ്പെട്ടതിനൊക്കെ ഉത്തരവാദിത്വം പോലീസ് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ജോർജ് ജോസഫ്, അത് ഒരു സ്വാഭാവികമായ കൃത്യവിലോപമല്ല, മനഃപൂർവ്വമാണ് എന്നാണ് ആരോപണങ്ങൾ വരുമ്പോൾ പറയുക. അല്ല, ഇതിനകത്ത് എൻ്റെ ഒരു നിഗമനത്തിലും കാഴ്ചപ്പാടിലും ഒരു തെളിവും നഷ്ടമായിട്ടില്ല. പോലീസ് ആദ്യത്തെ 5 ദിവസം കുറച്ച് സ്ലോ ആയിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പോസ്റ്റ്മോർട്ടത്തിൽ ഒരു അപകടമില്ല, എൻ്റെ കാഴ്ചപ്പാടിലാണ് പറയുന്നത്. ഒരു അപകടമില്ല, അവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിൽ അപകടമില്ല, അവിടെ കൃത്യസ്ഥലം മഹസർ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ അവർ കുറച്ച് സ്ലോ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു എവിഡൻസും പിന്നെ ഈ ഡെഡ് ബോഡി ദഹിപ്പിച്ചതിൽ യാതൊരു പ്രശ്നവുമില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നല്ല ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എക്സലൻറ്റ് റിപ്പോർട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ശവം ഡെഡ് ബോഡി ദഹിപ്പിച്ചുകൊണ്ട് അതിനകത്ത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലയിണ കീഴിൽ എടുത്തു വെച്ചിട്ട് ഈ കിടന്നുറങ്ങുന്നതല്ലാതെ പ്രതിയെ പിടിക്കാൻ വേണ്ടി ആ എക്സലന്റ് റിപ്പോർട്ട് കൊണ്ട് ഇതുവരെ സാധിച്ചോ? പിന്നെ എന്താണ് അതിൻ്റെ അകത്തുള്ള എക്സലൻസ്? അതെ, ഞാനതിന് വേറെ തമാശ രീതിയിൽ കൂടെ പറയുന്നുണ്ട്. പോലീസ് ഇതുവരെ കഴിഞ്ഞ 10 വർഷത്തെ നമ്മുടെ പോലീസിന് പിടിച്ച കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മൊബൈൽ ഫോണിനകത്ത് മണ്ടന്മാരായ ഈ ക്രിമിനൽസ് പ്രതികൾ വിക്ടീമിനെ വിളിച്ചിട്ടുണ്ടാവും. അതിനകത്തുനിന്ന് ഒരു സ്കില്ല് പോലീസിനുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ് മിക്കവാറും കേസ് കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഡിറ്റക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റല്ല, ഇതുപോലെയുള്ള ഒബ്സ്ക്യൂറായിട്ടുള്ള കേസ് പിടിക്കുന്നതിലാണ് പോലീസിൻ്റെ കഴിവ്. അത് എവിഡൻസ് അനാലിസിസ് ചെയ്യുന്നതാണ്. ഒരു കേസിന് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് ആധാരമാക്കേണ്ടത്. പിന്നീട് ചുറ്റുവട്ടത്തുള്ളവർ പിന്നീടാണ് അവരെ ക്വസ്റ്റ്യൻ ചെയ്തുമൊക്കെ പോകേണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പഠിക്കാതെ ഇതിനകത്ത് പോകരുതെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഒരുപക്ഷെ ഒരു പോലീസുകാരൻ ഈ കാര്യത്തിലൊന്നും, ഇങ്ങനെയുള്ള അന്വേഷണം നടത്തുന്ന പോലീസുകാരൊന്നും ഇതിൽ മോശമാണെന്നോ, കേരള പോലീസ് ഇതിൽ മോശമാണെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. എത്രമാത്രം പ്രമാദമായ കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥരാണ് നമ്മുടെ പോലീസുകാരൊക്കെ, ശ്രീ ജോർജ് ജോസഫിനെ പോലുള്ളവരൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ ഇത്രയ്ക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സ്വാഭാവിക കൃത്യമാണെന്ന് അങ്ങ് കരുതുമോ? ഇപ്പോഴ് പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് ആക്സിഡൻ്റലായിട്ട് വന്നതാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയോ ഇതിൻ്റെ പിന്നിൽ മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇപ്പം പോസ്റ്റ്മോർട്ടം തന്നെ അത് ശരിയായ രീതിയിലാണ് നടന്നതെന്ന് ശ്രീ ജോർജ് ജോസഫ് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ അകത്തുള്ള ഒരു പ്രൊഫഷണൽ ടച്ച് ഇല്ലായിരുന്നു.
അതിനകത്ത് യാതൊരു സംശയവുമില്ല. വീഡിയോഗ്രാഫി ചെയ്തിട്ടില്ല. വീഡിയോഗ്രാഫി ചെയ്തിട്ടില്ല. പിന്നെ പ്രൊഫഷണൽ ആൾക്കാരല്ല, പ്രൊഫഷണൽ ഡോക്ടേഴ്സ് അല്ല അത് ചെയ്തത്. അതെ, സീനിയർ ഡോക്ടർമാരല്ല, പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ആദ്യം ചെയ്തത്. നമുക്കൊരു പോസ്റ്റ്മോർട്ടം കിട്ടി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി എന്നുള്ളത് വാസ്തവം തന്നെ. പക്ഷേ അതൊന്നും പ്രൊഫഷണലായിട്ടല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യം. ശ്രീ ജോർജ് ജോസഫ്, അതിനൊരു മറുപടി ഉണ്ടോ താങ്കൾക്ക്? അതിന് മറുപടി ഉണ്ട്. കാരണം ആ പോസ്റ്റ്മോർട്ടം ഒരു PG ഡോക്ടർ ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യുമെന്ന് ഞാൻ പറയുന്നത്. മറ്റവരൊക്കെ സ്ഥിരം ചെയ്യുന്നവരാണ്. ആ കുട്ടി ചെയ്തിരിക്കുന്ന ആരായാലും ശരി, അതിനകത്തൊരു അസോസിയേറ്റ് പ്രൊഫസറുടെ പ്രസൻസ് ഉണ്ടായിരുന്നു, അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. ആ കുട്ടി ചെയ്തിരിക്കുന്നത് വളരെ മെറ്റിക്കുലസ് ആയിട്ട്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു 5-6 പേജ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഓരോ ഇഞ്ചുറിയും നന്നായിട്ട് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോയിരിക്കുന്നത്. അതാണ് പോലീസ് പഠിക്കുന്നത്. സീനിയർ ഉദ്യോഗസ്ഥർ ആരെങ്കിലുമാണ് അത്, സീനിയർ ഡോക്ടർമാർ ആരെങ്കിലുമാണ്, സീനിയർ സർജന്മാർ ആരെങ്കിലുമാണ് അത് ചെയ്തിരുന്നെങ്കിൽ ഈ 5-6 പേജ് വേണ്ടായിരുന്നു. ഒരു പാരഗ്രാഫിൽ തന്നെ കൃത്യം കാര്യങ്ങൾ പറഞ്ഞേനെ ശ്രീ ജോർജ് ജോസഫ്. ഇല്ല, അത് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഞാൻ അതിനകത്ത് മനസ്സിലാക്കിയിരിക്കുന്നത്, ഇതൊരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇഞ്ചുറീസ് കൊണ്ടാണ് ഈ മരണം ഉണ്ടായിരിക്കുന്നത്. ഒരു സ്മോദറിങ്, മുഖത്ത് പിടിച്ച് തിരിച്ചിട്ടുണ്ട് സ്മോദറിങ്, ഒരു സ്ട്രാങ്കുലേഷൻ പറയുന്നുണ്ട്. അപ്പോൾ 2 ഇത് 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ കുട്ടി മരിക്കാൻ സാധ്യതയുണ്ട്. 3 ഇൻസൈസ്ഡ് വൂണ്ടുണ്ടെന്നാണ്, വേറെ അധികം മുറിവുകളുണ്ടെന്ന് എനിക്ക് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് 3 ഇൻസൈസ്ഡ് വൂണ്ടുണ്ട്. അതിലൊന്ന് കഴുത്തിലാണ്. ജുഗുലാർ വെയിങ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ജുഗുലാർ വെയിങ് കട്ട് ചെയ്താൽ ഇൻസ്റ്റൻറ്റേനിയസ് ഡെത്താണ്, അപ്പം തന്നെ മരിക്കും. 1.5 മിനിറ്റ് 2 മിനിറ്റ് കൂടുതൽ പിന്നെ ജീവിക്കില്ല. ഇത് ശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ആ കുട്ടിയുടെ പെരിനിയൽ ഏരിയയിൽ, വജൈനൽ ഏരിയയിൽ എന്തോ ഒരു സാധനം ഇട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ കുട്ടിക്ക് റേപ്പില്ല, ആരും റേപ്പ് ചെയ്തിട്ടില്ല, ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് സ്വത്തുക്കളൊന്നും മോഷ്ടിക്കാനില്ല. പിന്നെ എന്തിനാണ് ഈ മർഡർ ചെയ്ത്? അതിനകത്ത് ചില പൊളിറ്റിക്കലായിട്ടുള്ള ചില ആംഗിൾ ചിലർ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണെങ്കിൽ ശരി, ഒരു സൈക്കിക്കായ ഒരാളാണ് ഇത് ചെയ്തതെന്നുള്ള സംശയമൊന്നുമില്ല. അത് തെളിഞ്ഞു വരുമ്പോൾ നോക്കിക്കോളൂ, ഇത് സൈക്കിക്കായ ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ജോർജ് ജോസഫ്, സൈക്കിക് ആയ ആളാകാം, ചില പ്രത്യേക കാരണങ്ങളാൽ ജിഷ ജീവിച്ചിരിക്കുന്നത് സൈക്കിക്കായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാകാം, അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ചെയ്യിച്ചതാകാം. ഇതൊക്കെയാണ് പോലീസ് കണ്ടെത്തേണ്ടത്, അല്ലാതെ നമുക്ക് സൗകര്യമുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതല്ലല്ലോ. അല്ലല്ല, ഇതൊക്കെ ഞാൻ ഡിഫർ ചെയ്യുകയാണ്. ഇവരെ എല്ലാവരുമായിട്ട് ഞാൻ ഡിഫർ ചെയ്ത്, പോസ്റ്റ്മോർട്ടത്തിനകത്ത് പ്രതിയെപ്പറ്റി ഒരു ചെറിയ ലാഞ്ചന ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് പോലീസ് വല്ലതിൻ്റെ പുറകെ പോകുന്നത്? ഈ പോസ്റ്റ്മോർട്ടത്തെ കുറിച്ച് തന്നെ പരാതി ഉള്ളപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടിൽ എങ്ങനെയാണ് അത് അടിയുറച്ചു നിൽക്കാൻ പറ്റുക? എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെച്ച് ആദ്യത്തെ അന്വേഷണ ടീമുകളൊന്നും ഒരു കൃത്യമായ ദിശയിലേക്ക് പോയില്ല? അതിനുള്ള നോളജ് ഇല്ല എന്നാണ് ഞാൻ പറയണത്. അത് ഒരു സയൻസ് പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ട് മനസ്സിലാക്കാൻ നോക്കുകയുള്ളൂ. നോളജ് ഇല്ല. അതുപോലെ കുറേ കേസ് പിടിച്ചെന്ന് വിചാരിച്ചാൽ ഇത്ര ദുരൂഹമായി എത്രയോ കേസ് കേരളത്തിൽ തെളിയാതെ കിടപ്പുണ്ട്. ഇത് ഇത്ര പബ്ലിസിറ്റി വന്നുകൊണ്ടല്ലേ ഇത് നമ്മളെല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നത്. ഓരോ സ്റ്റെപ്പും കേരളത്തിലുള്ള മലയാളികൾ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേസ്. അതിനകത്ത് അവിടെ ഒരു CCTV കണ്ടെന്നോ അത് കണ്ടെന്നോ ഇത് കണ്ടെന്ന് പറഞ്ഞാൽ അത് റിലയബിൾ അല്ല. ഒരാളുടെ പുറകിൽ, ഒരു സ്ത്രീയുടെ പുറകെ ഒരാൾ നടന്നെന്ന് പറഞ്ഞാൽ ആ കേസുമായിട്ട് എന്താണ് ബന്ധം? അത് ആളെ തിരിച്ചറിയാത്തോളം നോളജ് ഇല്ല എന്ന് പറയുമ്പോൾ ഇതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ അറിവുകൾ നേടിയ, ഡിഗ്രി നേടിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച് അന്വേഷണം നടത്താൻ പറ്റൂ എന്നല്ലേ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എങ്ങനെയാണ് കേസുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുക? സത്യത്തിൽ ഈ മിസ്റ്റർ ജോർജ് ജോസഫ് പറഞ്ഞതിനോട് ഞാൻ എഗ്രി ചെയ്യുന്നത്. നോളജ് ഇല്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവ് നമ്മൾ അവരോട് പറയാറുണ്ട്, നിങ്ങളുടെ കുറ്റരംഗത്ത് നിന്ന് 5 തരം ഫോട്ടോഗ്രാഫ്സ് എടുക്കണമെന്ന്. പക്ഷേ 5 തരം ഫോട്ടോഗ്രാഫ്സ് ഏതാണെന്ന് ഇപ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാലും അവർക്ക് 5 തരം ഫോട്ടോഗ്രാഫ്സ് എങ്ങനെ എടുക്കണേ എന്നുള്ള കാര്യം പോലും അറിയില്ല. ഈ നമ്മുടെ ഈ ഇൻവെസ്റ്റിഗേഷനിൽ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ക്രൈം സീന് സ്കെച്ച് ഓൺ സ്കെയിൽ എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു ക്രൈമിൻ്റെയും ക്രൈം സീൻ ഓൺ സ്കെയിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ഒരു പോലീസ് ഓഫീസർ, ഞാൻ 10-30 കൊല്ലക്കാലം ഈ ഇൻവെസ്റ്റിഗേഷൻ, എൻ്റെ PhD പോലും അതായിരുന്നു. അതിനകത്തൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസർക്കും എങ്ങനെയാണ് ക്രൈം സീൻ ഓൺ സ്കെച്ചിലാക്കാൻ അറിയില്ല. അതപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അതിൻ്റെ എന്താണ് ക്ലോസപ്പ് ഫോട്ടോഗ്രാഫ്, വെരി ക്ലോസപ്പ് ഫോട്ടോഗ്രാഫ്, അതിനൊക്കെ എത്രയാണ് അകലത്തിലാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ ജിഷ കേസിൽ തന്നെ രാത്രി അവിടെ 15 മിനിറ്റ് അകത്ത് ചെന്നതായ പോലീസ് ഉദ്യോഗസ്ഥൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കേണ്ടതാണ്. എടുത്തിട്ടില്ല, അല്ലെങ്കിൽ എടുക്കാനായിട്ടുള്ള സൗകര്യം കൊടുത്തിട്ട് അദ്ദേഹം നിയന്ത്രിക്കേണ്ടതാണ്. ഈ ബേഡ്സ് ഐ ഫോട്ടോഗ്രാഫ്, ജനറൽ ഫോട്ടോഗ്രാഫ്സ്, ഇതൊന്നും വിവരകരില്ല എന്ന് പറയുന്നത് താങ്കളുടെ അഭിപ്രായത്തോടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുറവ് മാത്രമല്ല, ഈവൻ ഇൻസ്പെക്ഷൻ ഓഫ് ദ സീൻ ഓഫ് ക്രൈം ഇൻ എ സയൻറ്റിഫിക് വേ, ഫോട്ടോഗ്രാഫ്സും സ്കെച്ച് ചെയ്തും അതുപോലെ അവിടെയുള്ളതായ സാധനങ്ങൾ കണ്ടാമിനേഷൻ ഇല്ലാതെ അത് കളക്ട് ചെയ്യാനൊക്കെയുള്ള അറിവ് ജെയിംസ് വടക്കഞ്ചേരി, അതൊരു
ഒഴിവ് കഴിവ് മാത്രമാണ്. ഒരിക്കലും ഒരു പോലീസ് അന്വേഷണ ടീമിൻ്റെ ഈ അറിവില്ലായ്മ ആ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന വിധിയിലേക്ക് ഒരിക്കലും കൊണ്ടുവന്ന് എത്തിക്കാൻ നിയമപരമായി സാധിക്കില്ല. കൃത്യമായി എല്ലാ വശങ്ങളും അന്വേഷിക്കാൻ കഴിവുള്ള ആളുകളായിരിക്കണം, അതിനുള്ള ടീമായിരിക്കണം. അത് പറ്റിയിട്ടില്ല, അതിനകത്ത് പാകപ്പിഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതിൻ്റെ പണിഷ്മെൻറ്റും അവർക്കുള്ളത് തന്നെയാണ്. അന്വേഷണം നടക്കണം, കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തണം. ഇതാണ് ആ അന്വേഷണ ടീമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ നോളജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒഴിവുകഴിവ് മാത്രമാണ്. ചിലപ്പോൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അത് നമുക്ക് എങ്ങനെയാണ് തെളിയിക്കാൻ സാധിക്കുക? അതായത് ഇതിനകത്തൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞതായ സ്ഥലത്ത് നടന്നതായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ളതായ നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 5 തരത്തിലുള്ള ഫോട്ടോഗ്രാഫ്സും ഈ സ്കെച്ചിങ് ഓൺ ദ സ്കെയിലും കണ്ടാമിനേഷൻ അത്ര ഗൗരവമായി കേസിനെ അവർ കണ്ടില്ല. അതാണ് തുടക്കം മുതലുള്ള പ്രശ്നം. ശ്രീ ജോർജ് വർഗീസ്, അതല്ലേ നമ്മൾ തുടക്കം തൊട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഈ കേസിനെ തുടക്കം മുതൽ തന്നെ വേണ്ട രീതിയിൽ ഈ മരണം പുറത്തേക്ക് അറിയിക്കുന്നതിൽ, ഫോറൻസിക് പരിശോധന നടത്തുന്നതിൽ, ഈ നേരത്തെ ശ്രീ മോഹൻദാസ് പറഞ്ഞതുപോലെയുള്ള ഡെന്റൽ ആർച്ച് എടുക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന വീഴ്ചകൾ, ഇപ്പോൾ ശ്രീ ജെയിംസ് വടക്കഞ്ചേരി പറഞ്ഞ 5 തരത്തിലുള്ള ഫോട്ടോ എടുക്കുന്ന കാര്യത്തിലൊക്കെ വന്നിട്ടുള്ള വീഴ്ചകൾ എന്ന് പറയുന്നത് അതൊരു അറിവില്ലായ്മയാണ്, പാവം കുട്ടികൾ ചെയ്ത കുഴപ്പമാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം കുട്ടികൾ നടത്തിയതുപോലെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതാണോ? തീർച്ചയായിട്ടും ഇത് ഡെലിബറേറ്റ് ആയിട്ടുള്ള വീഴ്ചകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം മുതലേ വളരെ സസൂക്ഷ്മം ശ്രദ്ധയോടുകൂടി ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പോലീസിന്. ഇത് ആദ്യമായിട്ടല്ലല്ലോ അവർ ചെയ്യുന്നത്. ഒരു കൊല നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത്, ഏത് രീതിയിലാണ് അന്വേഷണം പോകേണ്ടത്, അവിടുത്തെ ഇൻസ്പെക്ഷൻ, അവിടുത്തെ അല്ലെങ്കിൽ സീൻ്റെ ഡിസ്ക്രിപ്ഷന്, സീന് സീൽ ചെയ്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്, അപ്പോൾ എല്ലാം ശാസ്ത്രീയമായിട്ട് അവർക്ക് അറിയാഞ്ഞത് കൊണ്ടല്ല എന്നാണ് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അവിടെ ഉള്ള ആളുകളുടെ ഒക്കെ പങ്കെടുത്ത അറിവുള്ളവരാണെങ്കിൽ ചെയ്യൂല എന്ന് പറയുന്നു ഡോക്ടർ ജോർജ് ജോസഫ്. എന്ത് ചെയ്യണമായിരുന്നു ശ്രീ ജെയിംസ് വടക്കഞ്ചേരി? അവിടെ 500 പേരുടെ ഒരു വാർഡിൽ എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ് എടുത്തത് തന്നെ അന്ന് അന്വേഷണ ടീമിനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാക്കിയതാണ്. അത് തെറ്റാണെന്ന് പറയുന്നു. ഇതേ ടീം തന്നെയാണ് ആദ്യം കുഴപ്പമുണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇതിന്റെ ആദ്യത്തെ ടീമിനെ നിയോഗിച്ച ആളുകൾ തന്നെയാണ് രണ്ടാമത്തെ ടീമിനെയും അവിടെയും നിയോഗിച്ചത്. അവരുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. തുടക്കം തന്നെ ഈ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ടീമുകളെ വെച്ചതൊക്കെ തന്നെ തെറ്റായ രീതിയിലായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഇടപെടലുകൾ അതിനേക്കാൾ മുകളിലേക്ക് പോയി എന്നല്ലേ ചിന്തിക്കേണ്ടി വരുന്നത്? എന്നില്ല, നേരത്തെ പറഞ്ഞതുപോലെ അറിവ് കുറവ്. അതായത് ആ ഒരു പെൺകുട്ടി അവിടെ വധിക്കപ്പെട്ടു എന്നുള്ള പേരിൽ ആ നാട്ടിലുള്ളതായ ആളുകളുടെ മുഴുവനും ഫിംഗർ പ്രിൻ്റ് വോട്ടേഴ്സ് ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് പോകുന്നവർ നിരന്ന് നിന്ന് എടുത്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ വാസ്തവത്തിൽ നമുക്ക് ഇന്ന് വരെ ആ കേസ് പ്രതിയിലേക്ക് ലീഡ് ചെയ്യുന്ന ഒന്നും ഇതുവരെ ഉണ്ടായില്ല. ഫുഡ് കഴിച്ചെന്ന് പറയുന്നുണ്ട്, വയറ് നിറയെ ഫുഡ് കഴിച്ചിട്ടുണ്ട് ആ കുട്ടി, പക്ഷേ അൺഡൈജസ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെളിയിൽ പോയി കഴിച്ചിട്ട് വന്നെങ്കിൽ നടന്നു വരുന്ന അത്ര സമയം കൊണ്ട് അതിലെ പകുതി ഫുഡ് ഡൈജസ്റ്റ് ചെയ്യും. പക്ഷേ ഇത് അൺഡൈജസ്റ്റഡ് ആണ്. അത് പോലീസ് മനസ്സിലാക്കണം. ഇനി അൺഡൈജസ്റ്റഡ് ഫുഡ് സ്റ്റൊമക്ക് ഫുള്ളെന്ന് പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അത് നമ്മൾ പോലീസ് വളരെ കൃത്യമായിട്ട് അത് നോക്കണം. ആ കുട്ടി ആഹാരം കഴിച്ചത് എവിടാണെന്നും ഇന്നും പോലീസിന് അറിഞ്ഞുകൂടാ. എവിടുന്നാണ് കഴിച്ചതെന്ന് അറിയില്ല. വയറ് നിറയെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. പക്ഷെ കോതമംഗലത്ത് നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള യാത്ര ചെയ്തത് കണ്ടവരുണ്ട്. അത് ആ ദിവസം ആകണമെന്ന് ഞാനത് യാത്ര ചെയ്തിട്ടുണ്ടാവും. ആ കുട്ടി യാത്ര ചെയ്തിട്ടുണ്ട്. അത് ആ ദിവസം ആകണം. 4-5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊക്കെ ആ പറയുന്ന പർട്ടിക്കുലർ ഡേ തന്നെയാണോ സംഭവം ശരിയായിരിക്കാം നടന്നിട്ടുണ്ടാവും. അത് ആ മരണ ദിവസം ആണോ എന്ന് നമുക്ക് പറയാം. അത് സിനിമയിലല്ലേ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം പറയാൻ പറ്റൂ. ഇത് പോലീസ് കണ്ടെത്തിയ കാര്യമാകുമ്പോൾ ആ ദിവസം അല്ല എന്ന് നമ്മളൊരു ചർച്ചയിൽ മാറ്റി പറയുന്നത് എങ്ങനെയാണ് ശ്രീ ജോർജ് ജോസഫ്? അത് 5 ദിവസം കഴിഞ്ഞ്, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, 5 ദിവസം കഴിഞ്ഞിട്ടാണ് അവരുടെ മൊഴികൾ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് വീണ്ടും എത്തുന്നു. ആ തുടക്കത്തിലുള്ള പാകപ്പിഴകൾ എന്തുകൊണ്ട് മൊഴികൾ ഇങ്ങനെയല്ലല്ലോ കേസ് അന്വേഷിക്കുന്നത്? തുടക്കത്തിൽ വീണ്ടും നമ്മൾ അവിടെ തന്നെയാണ് എത്തുന്നത് ശ്രീ ജോർജ് ജോസഫ്. ആ പാകപ്പിഴ പോലീസിന് വന്നത് ഡെലിബറേറ്റ് അല്ല എന്ന് പറയുന്നത്, സാധാരണ പോലീസുകാർ ഒരു ട്രാഫിക് ആക്സിഡന്റ് നടന്നാൽ പോലും ചെയ്യുന്ന കാര്യങ്ങൾ പോലും അവിടെ ചെയ്തില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് അതൊരു മനഃപൂർവ്വമല്ലാത്ത കൃത്യമാകുന്നത്? ഇല്ല, ഇതിനകത്ത് നമ്മൾ ആ ഒരു രാത്രിയിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇത് ശ്രദ്ധിക്കുന്ന ഒരു കേൾക്കുക. ഒന്ന്, ഈ എവിഡൻസ് ആക്ടിനകത്ത് ഒരു സെക്ഷനുണ്ട്, സെക്ഷൻ 8. അതിനകത്ത് കൃത്യം പറയുന്നുണ്ട് അതിനകത്ത് മോട്ടീവ്, പ്രീവിയസ് കോണ്ടാക്റ്റ്, സബ്സിക്വൻ്റ് കോൺസ്, പ്രിപ്പറേഷൻ. ഇത് ഈ കേസിന് വളരെ പ്രസക്തമാണ്.
അതിനകത്ത് ആരെ ചോദ്യം ചെയ്താലും ശരി, ഇതിനൊരു മോട്ടീവ് പോലീസിന് ഇന്ന് വരെ ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സബ്സിക്വന്റ് കോണ്ടാക്ട് അതാണ് ശ്രീ അല്ല, ജോർജ്. അത് ഞാൻ പറയട്ടെ, ഈ ചെയ്ത കൊലകൃത്യം ചെയ്ത ആൾക്കായിരിക്കില്ല മോട്ടീവ്. അതൊരു വാടക കൊലയാളി ആയിക്കൂടെ, അല്ലെങ്കിൽ നേരത്തെ അങ്ങ് പറഞ്ഞ സൈക്കിക്കായ ആരെങ്കിലും തള്ളിവിട്ടതായിക്കൂടെ. ആ പറഞ്ഞ മോട്ടീവ് ഉള്ള ആളുകൾ കൃത്യമായി അങ്ങ് പറഞ്ഞതുപോലെ എല്ലാം കരുതലോടുകൂടി ഒരിടത്തേക്കും തങ്ങളുടെ നേരെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യിച്ചതാണെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ ഒരുപാടുണ്ടല്ലോ. ഇതൊന്നുമല്ലാതെ ഒരു മാതൃക പോലും ഇത്തരം കേസുകൾക്ക് അങ്ങയുടെ മുമ്പിൽ പോലും ഇല്ലേ? ഇതിനകത്ത് ജിഷയെ കൊല്ലേണ്ട ഒരു മോട്ടീവ് ഇല്ല, ഞാൻ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. വെളിയിലുള്ള ഒരാൾക്ക് കാണുന്നില്ല. ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സ്വർണ്ണോ അല്ലെങ്കിൽ വളരെ പാവപ്പെട്ട വീട്ടിലാണ്. അപ്പം ആ ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ മോട്ടീവില്ല. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, അങ്ങ് ഈ ക്രിമിനോളജി പഠിച്ച ആളാണല്ലോ. ഇത്തരം ഒരു കേസിൽ അങ്ങും അവിടെ തന്നെ ഈ കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? ഇതിനൊരു മോട്ടീവ് ഉണ്ടാകാനുള്ള ഒന്നല്ല അനേകം മോട്ടീവുകൾ ഉണ്ടായിക്കൂടെ ഈ കേസിൽ? അതെ, മോട്ടീവ് ഇന്നതാണ് എന്ന് പറയത്തക്ക വിധത്തിലുള്ളതായ ഒരു തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. ഇപ്പം ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കണ്ടമാനം വരെ കസ്റ്റഡി എടുക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, പോലീസിനെ അറസ്റ്റ് ചെയ്യാതെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് അനുവദിക്കുന്ന നിയമം ഏതാ? ഒരു നിയമം ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ അഡ്വക്കേറ്റ് പറയട്ടെ. അതായത് ഒരു പോലീസിനെ ആളുകളെ അറസ്റ്റ് ചെയ്യാതെ കസ്റ്റഡിയിലെടുക്കുക, എന്നിട്ട് ചോദ്യം ചെയ്യുക. ആദ്യത്തെ കാര്യമല്ലല്ലോ ശ്രീ ജെയിംസ് വടക്കഞ്ചേരി. ഇത്തരം ഒരു കേസിൽ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി പോലീസ് എത്ര ദിവസം അറസ്റ്റ് രേഖപ്പെടുത്താതെ ആളുകളെ കസ്റ്റഡിയിൽ വെക്കുന്നത് നമുക്കറിയാം. തെറ്റാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. പക്ഷേ അത് ചെയ്തതിനെ മാത്രം നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവരുന്നത് എന്തുദ്ദേശമാണ്? ഞാൻ ഉദ്ദേശിച്ചല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ അവർക്കെൻ്റെ അറിവ് കുറവും അവർ ചെയ്യുന്നതായ രീതിയിലുള്ളതായ പാകപ്പിഴകൾ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറയുകയായിരുന്നു. കണ്ടമാനം ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു, വിട്ടയക്കുന്നു, സൂക്ഷിച്ച് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മാധ്യമങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയത, ഇത് കോടതിയിൽ സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളതാണ് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ. അതായത് ഇപ്പം ഇന്ന് ഞാൻ വായിച്ചു, ഇന്നലെ ഒരാൾ ഏതോ ഒരു ഗുണ്ടയെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ യാതൊരു അറസ്റ്റും കൂടാതെ ഏത് പ്രൊവിഷൻ അനുസരിച്ച് ആളുകൾ ഇങ്ങനെ കസ്റ്റഡിയിലെടുക്കുന്നത്? ശരി, ശ്രീ മോഹൻദാസ്, താങ്കൾ ടെലിഫോൺ ലൈനുണ്ടോ? ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് കേൾക്കാമോ? ശ്രീ മോഹൻദാസ്, താങ്കൾ ഈ കേസ് ഇങ്ങനെ ഒരു ആകെ കുഴഞ്ഞു മറിഞ്ഞൊരു ഘട്ടത്തിൽ താങ്കളുടെ കയ്യിലേക്ക് വന്നാൽ, ദൃശ്യങ്ങൾ ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ, അതായത് CCTVയിലൂടെ ഇങ്ങനെ സംശയാസ്പദമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട കുട്ടിയും കൂടെ ഒരാളിനെയും കൂടെ കാണുന്ന രീതിയിൽ ദൃശ്യങ്ങൾ വന്ന ഒരു അവസ്ഥ താങ്കളുടെ മുമ്പിൽ അന്വേഷണ ഘട്ടത്തിൽ വന്നാൽ താങ്കൾ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തും? അത് ഞാൻ ഉപയോഗപ്പെടുത്തുന്ന ആദ്യം അവലംബിക്കുന്നത് ഈ മരിച്ച ജിഷ, ആ ജിഷയെ നന്നായിട്ട് പരിചയമുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി ഈ ദൃശ്യം കാണിക്കും. ആ ദൃശ്യം കാണിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മുഖം ഒന്ന് ആ നടക്കുന്ന രീതി, ആ സ്റ്റൈൽ, ഇതൊക്കെ വെച്ചിട്ട് ഇതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ആദ്യം തിട്ടപ്പെടും. അതനുസരിച്ച് നമ്മൾ 4-5 പേരെ ഈ കൊണ്ടുവന്നിട്ട് ഈ ദൃശ്യം കാണിക്കുകയും ആ ദൃശ്യം കണ്ടു കഴിഞ്ഞിട്ട് ഇത് ജിഷ നടക്കുന്ന ആ സ്റ്റൈലിലാണ്, ആ മാനറിസമാണ്, അതെല്ലാമാണ് ഈ കുട്ടിക്ക് ഈ യഥാർത്ഥ ജിഷയാണെങ്കിൽ ഈ 4-5 പേർക്ക് തീർച്ചയായിട്ടും അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ആ വിധത്തിൽ ഇതിന്റെ അന്വേഷണമായിട്ട് അതൊരു ക്ലൂ ആയിട്ട് കരുതി മുന്നോട്ട് പോവുകയാണ് ഞാനാണെങ്കിൽ ചെയ്യുക. അതാണ് എനിക്ക് ഈ അവസരം. ശ്രീ ജോർജ് ജോസഫ്, അതൊരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന കാര്യമാണ്. അതിനെ അവഗണിച്ചല്ല പോവുക, അത് ഉപയോഗപ്പെടുത്തിയാണ് പോവുക. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മാസം 2 ആകുന്നു എന്നുള്ള ഘട്ടത്തിൽ ഇതുവരെ പലരും പറയാതിരുന്ന പുതിയ കാര്യങ്ങൾ ഇനിയും വന്നേക്കാം. കാരണം അന്വേഷണം എങ്ങനെ പോകുന്നു, ആ അന്വേഷണ ടീം എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളിടത്താണ് പുതിയ മൊഴികൾ വരിക, പുതിയ വെളിപ്പെടുത്തലുകൾ വരിക, പുതിയ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുക. ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന അയൽവാസിയായ ഒരു നന്ദകുമാർ ചില വെളിപ്പെടുത്തലുകളുമായി മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. തനിക്ക് ആരെയും വിശ്വാസമില്ലെന്നാണ് ജിഷ അവസാനമായി പറഞ്ഞതെന്നാണ് ഈ നന്ദകുമാർ പറയുന്നത്. പിന്നീട് ഒരു കരച്ചിൽ കേട്ടു, അയൽവാസികളായ സ്ത്രീകളും ഉണ്ടായിരുന്നു. അതായത് ഇനിയും അന്വേഷിക്കാൻ കിടക്കുന്നു, പലയിടത്തേക്കും അന്വേഷണം പോയിട്ടില്ലായിരുന്നു നേരത്തെ. ഇപ്പോൾ ആ ഭാഗത്തേക്ക് കാര്യങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ തങ്ങളിലേക്ക് അന്വേഷണം എത്തും. ഈ ചോദ്യങ്ങൾ ചോദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥർ ഞങ്ങളിലേക്കും വരും എന്നൊരു തോന്നൽ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നവരിലേക്കെങ്കിലും വന്നിട്ടുണ്ട്. ഈ രീതിയിലുള്ള കാടടച്ച് ആളുകളിലേക്ക് ഇറങ്ങുന്ന ഒരു അന്വേഷണം നടക്കാതെ പോയിരുന്നു മുൻപ്
എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് സൂചന വരുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഇല്ല, നമുക്ക് എന്തിനാണ് ജിഷയെ കൊല്ലേണ്ട ഒരു ആവശ്യം? ആർക്കാണ് ജിഷയെ കൊല്ലേണ്ട ഒരു ആവശ്യം? ജിഷയെ റേപ്പ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റേപ്പൊന്നും നടന്നിട്ടില്ല. പിന്നെ എന്തിന് ജിഷയുടെ അടുത്ത് ഒരാൾ വരണം? ജിഷയുടെ അവിടുന്ന് ഒരു മോട്ടീവ് എന്താണ്? അവിടുന്ന് എന്തെങ്കിലും സ്വത്തുകൾ കണ്ടോ? ജിഷയുടെ സ്വർണ്ണം എടുക്കാനോ പാഷൻ എടുക്കാനോ? അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റും പോയി കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ജിഷയെ കൊല്ലേണ്ടത്? പോലീസ് അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളും പോയി കഴിഞ്ഞു. അല്ല, അപ്പൊ എന്താണെന്നുള്ള കാര്യം പറയാനും പോലീസിന് തന്നെ ഉത്തരവാദിത്വമുണ്ട്. ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇടയ്ക്ക് സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പോയല്ലോ, ചില റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നല്ലോ, അവിടെ ചില വമ്പന്മാരുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നൊരു തോന്നലുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതുമൊക്കെ ഒരുപക്ഷെ പണമില്ല എന്നോ പണത്തിന്റെ ചില സാധ്യതകൾ ജിഷയിലില്ലായിരുന്നു എന്നോ എന്നും നമുക്ക് അടച്ചു പറയാറായിട്ടില്ല ശ്രീ ജോർജ് ജോസഫ്. ഇല്ല, അതിന് ഇതുവരെ ഒരു എവിഡൻസ് ഇതുവരെ വന്നിട്ടില്ല. ജിഷ ഒരു സ്ഥലം കച്ചവടം ചെയ്തെന്നോ അങ്ങനത്തെ ഒന്നും ഒരു എവിഡൻസ് ഇല്ലാത്ത കാര്യം പറയണ്ട. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല ഇന്ന് വരെ. പോലീസ് ഇതിലൊരു ഡിറ്റക്ഷൻ വരണമെങ്കിൽ എന്തിനാണ് ജിഷയെ കൊല്ലുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ട്രാക്ക് കറക്റ്റ് ആവുള്ളൂ. ട്രാക്ക് തെറ്റിപ്പോകുന്നതാണെന്നാണ് ഞാൻ പറയുന്നത്. ആ ഒരു ട്രാക്ക് തെറ്റി സഞ്ചരിക്കുമ്പം നമുക്ക് ദിശയില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത ആൾക്കാരെ വിളിച്ച് ഫിംഗർ പ്രിൻ്റ് എടുക്കും, DNA ഫിംഗർ പ്രിൻറ്റിങ് ചെയ്യും, അറിയാവുന്ന ശാസ്ത്രം മുഴുവൻ നമ്മൾ രേഖാചിത്രം വരയ്ക്കും. കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ശ്രീ ജോർജ് വർഗീസ്, അഡ്വക്കേറ്റ് ജോർജ് വർഗീസ്, മരിച്ച ജിഷ തന്നെ അത് എഴുതി വെക്കണമായിരുന്നു, ഞാൻ ഇതാ ഇങ്ങനെയൊക്കെ മരിക്കാൻ പോവുകയാണെന്ന്. അല്ലാതെ എങ്ങനെ ഇത് കണ്ടെത്തുമെന്നാണ് ശ്രീ ജോർജ് ജോസഫ് പറയുന്നതെന്ന് അങ്ങേക്ക് മനസ്സിലാവും? ഇത് ജിഷ യഥാർത്ഥത്തിൽ ജിഷയ്ക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് മീഡിയയിൽ നമ്മൾ വായിച്ചത്. അപ്പോൾ എല്ലാ കുറ്റശാസ്ത്രം അനുസരിച്ച് ഏത് കുറ്റകൃത്യത്തിനും ഒരു മോട്ടീവുണ്ട്. ഈ മോട്ടീവ്ലെസ് മലിഗ്നിറ്റി എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷനാണ്. എല്ലാ കുറ്റകൃത്യത്തിനും ഒരു മോട്ടീവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ മോട്ടീവ് കണ്ടുപിടിക്കേണ്ടുന്നത് അന്വേഷണത്തിൽ കൂടെ, ഈ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്യേണ്ടുന്നത്, ആ ടീമാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ മോട്ടീവില്ല, അല്ലെങ്കിൽ ജിഷയെ കൊല്ലേണ്ട ആവശ്യമില്ല എന്താണ് എന്നൊക്കെ ചോദിക്കേണ്ട ഒരു അവസരമല്ല ഇതെന്നാണ് ശ്രീ ജോർജ് ജോസഫ് അങ്ങ് ചോദിച്ചതിനാണ് ഇവിടെ കൗണ്ടർ ചെയ്യുന്നത്. അതായത് മോട്ടീവ് ആരാണ് പിന്നെ കണ്ടെത്തേണ്ടത്? മോട്ടീവ് ജിഷ തന്നെ എഴുതി വെക്കണമെന്ന് ഞാൻ നേരത്തെ തമാശയ്ക്ക് ചോദിച്ചത് അതുകൊണ്ടാണ്. ഇല്ല, ഞാൻ അപ്പോൾ അതിന് വേറൊരു കാര്യം പറയാം. ജിഷയുടെ അമ്മ ഒരു പെൻ ക്യാമറ ഈ മാർഡറിന് 2-3 ദിവസം മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. എന്തിനു വാങ്ങിച്ചു? അതിനെ കണ്ടെത്തണം. അല്ല, അത് പോലീസ് നോക്കണ്ടേ എന്തിനു വാങ്ങിച്ചു? ഈ മാർഡറിന് 2-3 ദിവസം മുമ്പ് ഋഷയുടെ വീടിൻ്റെ പുറവശമുള്ള ബാത്റൂമിന് അവിടെ 2 ബീഡി കുറ്റിയും ഒരു സിഗരറ്റും കിടപ്പുണ്ടായിരുന്നു. ഒരു സിഗരറ്റ് ലൈറ്ററും ഉണ്ടായിരുന്നു. എങ്ങനെ വന്നു? ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ, ഏറ്റവും ഒടുവിലത്തെ വാർത്ത, അങ്ങേക്കെതിരെ PP തങ്കച്ചൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. പൊന്നിലാലെ, എനിക്കെതിരെ ഒന്നും ഫയൽ ചെയ്തിട്ടില്ല. ഇന്ത്യ ചരിത്രത്തിൽ ഒരാൾക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യണമെങ്കിൽ നിയമപരമായി കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് കോടതി പോയിട്ടുണ്ട്. വക്കീൽ നോട്ടീസ് അയച്ച് അതിന് മറുപടി കിട്ടിയതിന് ശേഷമേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. എത്ര കേസ് ഫയൽ ചെയ്താലും എനിക്ക് സന്തോഷമുള്ളൂ. അതൊക്കെ കോടതിയിൽ തെളിയിക്കാൻ പറ്റും. ഞാൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണം മുഖ്യമന്ത്രി അന്വേഷണ ഏജൻസിക്ക് കൊടുക്കുകയും ADGPയുടെ സാന്നിധ്യത്തിൽ 10 മണിക്കൂർ നേരം എൻ്റെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആരോപണ വിധേയനായ ആളിലേക്ക് അന്വേഷണം പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ പിടിക്കുമെന്ന് ബോധ്യമായപ്പോഴത്തേനും ഒരു വക്കീൽ നോട്ടീസ് അയച്ചോ, യഥാർത്ഥത്തിൽ അദ്ദേഹം വക്കീൽ നോട്ടീസാണ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഉന്നത നേതാവെന്ന് അദ്ദേഹം തന്നെ സ്വയം പറയുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ദിവസം പോലും ഈ കൊല്ലപ്പെട്ട ജിഷയുടെ അമ്മ ജോലി ചെയ്യില്ലെന്ന് നുണ പറയുകയും അതേ ജിഷയുടെ ഫാദർ 20 വർഷത്തിലധികമായി ജോലി ചെയ്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു വക്കീൽ നോട്ടീസ് അയച്ചാലൊന്നും ഭയപ്പെട്ടു പോകുന്ന ആളല്ല ഞാൻ. അത് മനസ്സിലാക്കണം. അതായത് മാനനഷ്ട കേസ് അല്ല ഫയൽ ചെയ്തിട്ടുള്ളത്, വക്കീൽ നോട്ടീസ് അയച്ച് കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണോ അങ്ങ് പറയുന്നത്? അത് തന്നെ. വക്കീൽ നോട്ടീസ് അയക്കാതെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇനിയിപ്പോ ഒരു ഉദാഹരണം തന്നെ കൃത്യമായി പറയാം. ഈ വക്കീൽ ഇങ്ങനെയുള്ള അപകീർത്തി കേസ് കൊടുത്ത കേരളത്തിലുണ്ടായിരുന്ന ഒരു ഗവർണർ ഷീലായത്ത്, ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന, ഡൽഹിയിലെ ഈ കോടതിയിൽ ഒരു ദിവസം ഹാജരാകാൻ പറ്റുന്നില്ല. ഒരു ഗവർണറാണ്. പിറ്റേ ദിവസം ഹാജരാകുമെന്ന് പറഞ്ഞപ്പോൾ 30 ലക്ഷം രൂപയാണ് കോസ്റ്റ് അടിച്ചത്. ഞാൻ വിളിക്കാം. ശ്രീ ജോമോൻ അതിനിടയിൽ വളരെ ബുക്കിങ്ങിലാണ്, പല മാധ്യമങ്ങൾക്കിടയിലാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ഞാൻ ചോദിക്കട്ടെ, പറയൂ. അതായത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയും പോലെ
ഈ ജിഷയെ യുടെ മരണത്തിന് കാരണം പുരുഷനാണ് എന്ന് നമ്മളങ്ങോട്ട് പ്രിസ്യൂം ചെയ്യുകയാണോ, അതിന് സ്ത്രീകളായിക്കൂടെ എന്ന് ഞാൻ ഇങ്ങനെ ഒരു സംശയമായിട്ടൊരു ചോദിക്കുകയാണ്. പക്ഷെ അതിനൊരു 2 മാസം കഴിഞ്ഞ് ശ്രീ ജോർജ് ജോസഫ് പീപ്പിൾ ചാനലിൽ വന്ന് ഒരു സംശയം മെനയേണ്ടി വന്നു. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, അങ്ങേക്ക് പോലും ആ സംശയം വരാൻ അല്ല, അങ്ങനെ വന്നുകൂടാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇതൊക്കെ ആരാണ് കണ്ടെത്തേണ്ടത്? കണ്ടെത്തേണ്ടവർ എന്തുകൊണ്ട് ഈ സംശയങ്ങളിലേക്ക് അന്ന് പോയില്ല എന്നിടത്താണ് കൂടുതൽ തെളിവുകൾ, സംസാരിക്കുന്ന ദൃശ്യഭാഷ. ഇപ്പോൾ ജോമോൻ പുത്തൻപുരയ്ക്കലിനും ചിലത് പറയാനുണ്ട്, ശരിയോ തെറ്റോ നമുക്കറിയില്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ പറയട്ടെ. പക്ഷേ അവരൊക്കെ പറയുന്ന കാര്യങ്ങളിൽ തൂങ്ങി അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഊഹാപോഹങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ ചില മറുപടികൾ തേടേണ്ടതുണ്ട്. ശ്രീ ജെയിംസ് വടക്കൻ, അല്ല, പുരുഷനാണ് കൊന്നത് എന്ന് പറയത്തക്ക വിധത്തിൽ നമ്മുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? റേപ്പ് ചെയ്തിട്ടില്ല. ഒരു മൊഴി ജെയിംസ് വടക്കഞ്ചേരി ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞിട്ടുണ്ട്, ചില വെളിപ്പെടുത്തലുകൾ പറഞ്ഞിട്ടുണ്ട്. അതും കണക്കിലെടുക്കണ്ടേ? അത് കണക്കിലെടുക്കാനായിട്ട് വരട്ടെ. നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് റേപ്പ് നടന്നിട്ടില്ല, മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് കാണുന്നു, അതുപോലെ തന്നെ സ്മോദറിങ് കാണുന്നു, സ്ട്രാങ്കുലേഷൻ കാണുന്നു. മരണകാരണം സ്ട്രാങ്കുലേഷനാണ് എന്ന് പറയുന്നു. പക്ഷേ കൈയുടെ പാടൊന്നും കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാം കൂടി ചേർന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ പുരുഷനാണ് ഇത് ചെയ്തത് എന്ന് പറയാനായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള തെളിവ് എന്താണ്? ഇത് സ്ത്രീ ആയിക്കൂടെ? കാരണം കുറച്ചുകൂടി ജിഷയെ, ഇപ്പോൾ ജിഷയുടെ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയണം. ഭക്ഷണം കഴിച്ചതായ സംഗതി ദഹിക്കാതിരിക്കുന്ന അവസരത്തിൽ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിയ ഉടനെ തന്നെ ഏതെങ്കിലും സ്ത്രീകൾക്കായിക്കൂടെ? അല്ലെങ്കിൽ ഇതേപോലെ 36, ഇപ്പോൾ ജോർജ് ജോസഫ് പറയുന്നത് പോലെ 36 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെങ്കിൽ മരണം നടന്നിരിക്കുന്നത് വളരെ നേരത്തെയല്ലേ? ശ്രീ അഡ്വക്കേറ്റ് ജോർജ് വർഗീസ് കോടതിയിൽ ഇങ്ങനെ വാദിച്ചാണ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി പറയുന്നതെങ്കിൽ ക്രിമിനോളജിസ്റ്റിൻ്റെ ഈ വാദം അവിടെ തന്നെ അങ്ങ് എങ്ങനെയാണ് തള്ളിക്കളയുക? ഇപ്പോഴേ ഈ സർമൈസസിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. വി വാണ്ട് കോൺക്രീറ്റ് എവിഡൻസ്. അത് അന്വേഷണത്തിൽ കൂടാണ് വരേണ്ടുന്നത്. അപ്പോൾ എവിഡൻസ് വെച്ചേ നമുക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ശ്രീ ജെയിംസ് വടക്കഞ്ചേരി പറയുന്നതിനകത്തും ചില ഈ പറയുന്ന ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിലുള്ള സ്റ്റോറി ഡെവലപ്മെന്റ് അല്ലാതെ, സ്റ്റോറി മെനയുന്നതല്ലാതെ അതിനകത്ത് എവിഡൻസ് ഇല്ല. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, അതാണ് താങ്കൾ നേരത്തെ ആരോപിച്ച കാര്യം താങ്കൾക്ക് മേലെ ഇപ്പോൾ വരുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ ഒരു സംശയം എന്ന് ഡോക്ടർ ലാലിനോട് പറഞ്ഞ് ആയിക്കോട്ടെ സംശയം ചോദിച്ചുകൊണ്ടാണ് അനുവാദം തന്നതിൻ്റെ ഇങ്ങനെ പറയരുത്. കാരണം ഞാനൊരു സംശയമാണ്. നമുക്ക് ഈ ലൈനിൽ കൂടി ഒന്ന് ചിന്തിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചോളൂ. അല്ലാണ്ട് എൻ്റെ ഒരു തിയറി, എൻ്റെ ചോദ്യം ഇതാണ്. ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ഈ ലൈനിൽ കൂടെയൊക്കെ പോകുന്നതാണ്. ഈ ദൃശ്യങ്ങൾ അവിടെ നമുക്ക് നോക്കാനേ പാടില്ല. അവിടെ അത് ആരാണ് എന്ന് അന്വേഷിക്കേണ്ടതേ ഇല്ല, അവഗണിച്ചേക്കോ എന്ന് ശ്രീ ജോർജ് ജോസഫ് പറയുമ്പോൾ അങ്ങ് അനുകൂലിക്കുന്നു അതിന്. അത് ശാസ്ത്രീയമല്ല എന്ന് പറഞ്ഞ് എന്തിനതിനെ അനുകൂലിക്കണം? കണ്ടെത്താം, അത് ആരാണെന്ന് നോക്കാം. അത് ജിഷ അല്ലെങ്കിൽ പകരം ഒരാളാണെന്ന് ഇനിയിപ്പോൾ കണ്ടുപിടിക്കണ്ടേ? അത് പോലീസിന്റെ ജോലിയല്ലേ? അതല്ലെങ്കിൽ ആ മഞ്ഞ ഷർട്ടിട്ട ആൾ ആരാണെന്ന് കണ്ടുപിടിച്ച് പറയേണ്ട ജോലിയും ഇപ്പോൾ പോലീസിൻ്റെതല്ലേ? അങ്ങനെ വരുമ്പോഴാണ് ലോക്കാർട്സ് പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞത്. അതായത് ഈ കൊന്നു എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സീനോ ക്രൈമിലോ എരയിലേക്കോ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ, തിരിച്ചുണ്ടോ എന്നുള്ളത്. വാർഡ് ഓഫ് ചെയ്ത് ഇത് തടഞ്ഞതായിട്ടൊരു എവിഡൻസ് ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തെന്നുള്ളത് അതിവിടെ ഇല്ല. ഒരു എക്സ്ചേഞ്ച് നടന്നിട്ടില്ല അവിടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ തെളിവില്ല. രണ്ടാമതുള്ളത് ഈ മാധ്യമത്തിൽ വന്നതനുസരിച്ച് ഈ ജിഷ ഈ ഒരു ടെസ്റ്റിൽ അവരുടെ മദ്യത്തിൻ്റെ ഒരു അംശം കണ്ടെത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ മദ്യത്തിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. ഭക്ഷണം ദഹിച്ചിട്ടുമില്ല എങ്കിൽ ഈ മദ്യം കഴിച്ച് ആ മയക്കത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെതായ ആ ഷോർട്ട് പീരീഡിൽ മരണം നടക്കാൻ സാധ്യത. കഴിച്ചതോ കഴിപ്പിച്ചതോ അതല്ലേ ചോദ്യം? മരണം നടന്നിരിക്കുന്നത് ഈ മദ്യം കഴിച്ച് മയങ്ങിയ അവസരത്തിൽ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ളതായ കപ്പാസിറ്റി നഷ്ടപ്പെട്ട അവസരത്തിൽ ഈ പറഞ്ഞതുപോലെ ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പായിട്ട് ഉള്ള ഷോർട്ട് പീരീഡിൽ മരണം നടക്കാൻ സമ്മതിക്കുന്നു ശ്രീ ജെയിംസ് വടക്കഞ്ചേരി. അതായത് അങ്ങേക്കും സംശയമില്ല ജിഷ കൊല ചെയ്യപ്പെട്ടു. അല്ലാതെ നമ്മൾ സുനന്ദ പുഷ്കറിന്റെ മരണം നടന്നപ്പോൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അവസാനം സുനന്ദ തനിയെ ഈ ഇതൊക്കെ എടുത്ത് ആത്മഹത്യ ചെയ്തു എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടി വന്നല്ലോ. ഞാനത് തൽക്കാലം വിടുകയാണ് അവിടെ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ പോലും ജിഷയും അതുപോലെ തനിയെ തന്നെ ഈ കാര്യങ്ങളെല്ലാം കഴിച്ച് സ്വയം ബോധം കെടുത്തി ഇങ്ങനെ ആത്മഹത്യ ചെയ്ത അവസ്ഥയിലേക്ക് പോയി എന്നാണോ അങ്ങയുടെ തിയറി? എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പറയുന്നത് ആ ലൈനിൽ കൂടിയും, കാരണം നമ്മളിപ്പോൾ ഇരുട്ടിക്കിടന്നെങ്കിലും തപ്പുകയാണ്, നിഴൽ തപ്പുക എന്ന് പറയും.
അതായത് അങ്ങനെ നമ്മൾ തപ്പുന്നത് കൊണ്ട് നമുക്ക് ഇതൊരു സ്ത്രീയാകാൻ പാടില്ല. ഇപ്പൊ ഇരുട്ട് കുറഞ്ഞിരിക്കുന്നു ശ്രീ ജെയിംസ് വടക്കഞ്ചേരി. പുതിയ അന്വേഷണ ടീം വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ചില വെളിച്ചം ദൃശ്യങ്ങൾ വരുന്നുണ്ട്. അവിടെ പോകണ്ട എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ചർച്ച വഴിമുട്ടുന്നത്. ഇന്ന് അതായത് ഈ കൂടുതൽ വെളിച്ചം പകർന്നു എന്ന് നമ്മൾ പറഞ്ഞാലും ഈ കസ്റ്റഡി എടുക്കലും ക്വസ്റ്റ്യൻ ചെയ്യലും കസ്റ്റഡി എടുക്കലും ക്വസ്റ്റ്യൻ ചെയ്യലും എന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത്. അല്ലാതെ അതിനപ്പുറമായിട്ടുള്ളതായ എന്തെങ്കിലും തെളിവ്, ആകെ തെളിവ് കിട്ടിയെന്ന് പറയുന്നത് ആ DNA-യുടെ ഒരു കാര്യമാണ്. ഇല്ല, DNA-യുടെ കാര്യത്തിലും അത് കാരണം ആ സലൈവ എടുത്തെന്നാണ് പറയുന്നത്. സലൈവ ആ കുട്ടി കിടന്നത് പൂൾ ഓഫ് ബ്ലഡിലാണ്. അപ്പം സലൈവയ്ക്കകത്ത് എന്തായാലും ശരി ഈ ബ്ലഡൂടെ മിക്സ് ചെയ്തു. പിന്നെ അതിൻ്റെ തറയിൽ എന്താണ് കിടക്കുന്ന ആ സാധനങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ DNA-ക്ക് ഒരു പരിശോധനയ്ക്ക് അയക്കുമ്പം ആ മെറ്റീരിയൽ വെരി സെൻസിറ്റീവാണ്. പല സാധനം ചേർന്നത് വെരി സെൻസിറ്റീവാണ്. ഈ എക്സ്പീരിയൻറ്റ് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരാളെ ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. സാധാരണ നമ്മളിവിടെ ചെയ്യുന്ന പേരൻറ്റേജ് അറിയാൻ വേണ്ടി മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പ്യുവറായിട്ടുള്ള ബ്ലഡാണ് എടുത്ത് കൊടുക്കുന്നത്, അപ്പൻ്റെയും അമ്മയുടെയും മകൻ്റെയും. ഇവിടെ ഒരു ഇത് കണ്ടാമിനേറ്റഡ് ആണ്. കൊയാഗുലേഷൻ എന്ന് പറയും. ബ്ലഡ് സലൈവായിട്ട് ചിലപ്പോൾ കൊയാഗുലേറ്റ് ചെയ്തു. ഇതൊക്കെ എപ്പോഴാണ് എടുത്തതെന്നും കൂടി സംശയമുണ്ടല്ലോ. 5 ദിവസം കഴിഞ്ഞു, 6 ദിവസം കഴിഞ്ഞു, പോസ്റ്റ്മോർട്ടം നടന്ന ദിവസം പോലും സംശയമാണ്, സമയം പോലും സംശയമാണ്. ഇതൊക്കെ അന്വേഷണത്തെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി ആരൊക്കെ ഉദ്ദേശിച്ചോ അവർ വിജയിച്ചു എന്നുള്ളിടത്തേക്ക് നമുക്ക് തൽക്കാലം നിഗമനം പോകേണ്ടി വരും. അന്വേഷണം കൃത്യമായി നടക്കട്ടെ, അതിനുവേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വേണ്ട മനോബലം അവർക്ക് കിട്ടട്ടെ, പോലീസ് സമ്മർദ്ദത്തിലാകാതിരിക്കട്ടെ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, അഡ്വക്കേറ്റ് ജോർജ് വർഗീസ്, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ മോഹൻദാസ്, ജോമോൻ പുത്തൻ.